മദ്യനയ അഴിമതി കേസിൽ ഇ.ഡി. അറസ്റ്റും കസ്റ്റഡിയും ചോദ്യം ചെയ്തുള്ള അരവിന്ദ് കെജ്രിവാളിന്റെ ഹർജിയിൽ രൂക്ഷമായ വാദപ്രതിവാദം. ഹർജിയുടെ പകർപ്പ് ഇന്നലെയാണ് തന്നത് എന്നാണ് ഇ.ഡിയുടെ വാദം. കോപ്പി കൃത്യസമയത്ത് നൽകിയെന്ന് കെജ്രിവാളിന്റെ അഭിഭാഷക സംഘം വാദിച്ചെങ്കിലും ഇ.ഡിക്ക് മറുപടി നൽകാൻ സമയം നൽകിയേ മതിയാകൂ എന്ന് കോടതി നിലപാടെടുത്തു. പ്രധാന വാദങ്ങൾ അവതരിപ്പിക്കാൻ കെജ്രിവാളിന്റെ അഭിഭാഷകന് കോടതി അനുവാദം നൽകി. അടിയന്തരമായി കേൾക്കേണ്ട മറ്റ് കേസുകൾ കേട്ടതിനു ശേഷം ഇന്ന് വീണ്ടും പരിഗണിക്കും. ആർ രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. രാധാകൃഷ്ണൻ, എന്താണ് രൂക്ഷമായ വാദപ്രതിവാദങ്ങളിലേക്ക് എത്തിയ സാഹചര്യം? വേണു, ഈ കേസ് പരിഗണിച്ച ഘട്ടത്തിൽ തന്നെ അഡീഷണൽ സോളിസിറ്റർ ജനറൽ എസ്.വി. രാജുവാണ് ഹാജരായിരുന്നത് ഇ.ഡിക്ക് വേണ്ടി. ഇ.ഡി അറിയിച്ചത് ഈ കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഹർജി അത് ഏതാണ്ട് 500 പേജോളം വ്യാപരിച്ച് കിടക്കുന്നതാണ്. അതുകൊണ്ട് ഈ വിഷയത്തിൽ ഹർജിയിലെ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാനും അതിന്മേൽ മറുപടി തയ്യാറാക്കാനും സമയം ആവശ്യമാണ്. ഇന്നലെയാണ് ഈ ഹർജിയുടെ പകർപ്പ് കിട്ടിയത്. അതുകൊണ്ട് വളരെ വേഗത്തിൽ ഈ കേസ് കേൾക്കാനായിട്ട് കോടതി തയ്യാറായാൽ അത് ഗുണകരമാകില്ല എന്നുള്ളതാണ് ഇ.ഡി വ്യക്തമാക്കിയത്. എന്നാൽ കെജ്രിവാളിൻ്റെ അഭിഭാഷകർ പറഞ്ഞത് ഈ ഹർജിയുമായി ബന്ധപ്പെട്ടിട്ട് കൃത്യമായിട്ട് തങ്ങൾ കോപ്പി നൽകാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. ഹോളി അടക്കമുള്ള ആഘോഷങ്ങൾ വന്നതിൻ്റെ ഒരു പ്രശ്നം കാരണമായിരിക്കാം ഒരുപക്ഷെ ഇന്നലെ എന്നുള്ള രീതിയിലേക്ക് ഇ.ഡിക്ക് ആ കോപ്പി ലഭ്യമായത്. ചില കറക്ഷൻസ് ഈ ഹർജിയുമായി ബന്ധപ്പെട്ട ആദ്യഘട്ടത്തിൽ രജിസ്ട്രി നിർദ്ദേശിച്ചിരുന്നു. അത് പരിഹരിച്ചതിന് ശേഷം ഉള്ള കോപ്പിയാണ് ഇന്നലെ ലഭ്യമാക്കിയത്. അതുകൊണ്ട് പൂർണ്ണമായിട്ടും ഇ.ഡിയുടെ ഈ നിലപാട് കേസ് വൈകിപ്പിക്കുക എന്ന ലക്ഷ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ട് ഈ ഇ.ഡിയുടെ നിലപാട് അത് തള്ളണം, മറിച്ച് ഈ കേസ് കേൾക്കണം, കെജ്രിവാളിൻ്റെ അറസ്റ്റ് നിയമവിരുദ്ധമാണ് എന്ന് പ്രഖ്യാപിക്കണം എന്നുള്ളതായിരുന്നു അഭിഷേക് സിംഗ്വിയുടെ ആവശ്യം. പക്ഷേ കോടതി എടുത്ത നിലപാട് ഈ വിഷയത്തിൽ മറുപടി നൽകാനായിട്ട് ഇ.ഡി സാവകാശം ആവശ്യപ്പെട്ട സാഹചര്യത്തിൽ അതിന് മറുപടി നൽകി സാവകാശം അനുവദിച്ചേ മതിയാകൂ എന്നുള്ളതാണ്. ആ ഘട്ടത്തിൽ വീണ്ടും അഭിഷേക് സിംഗ്വി ഇടപെടുകയും ഈ കേസ് വളരെ പ്രാധാന്യമുള്ള ഒന്നാണ്, ഒരു വ്യക്തിയുടെ ഭരണഘടന ഉറപ്പ് നൽകുന്ന പൗരാവകാശങ്ങളുടെ ലംഘനം നടന്നിരിക്കുന്നു എന്നുള്ളതാണ്, അതൊരു ആഡ് ഇൻട്രീം ആയി ഉത്തരവ് നൽകേണ്ട ഒരു കേസാണ്, നോട്ടീസ് നൽകിയില്ല എന്നുള്ളത് കൊണ്ട് ഒരു വ്യക്തി ജയിലിൽ കിടക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകരുത് എന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത് ഇപ്പോൾ കെജ്രിവാൾ ഇ.ഡിയുടെ കസ്റ്റഡിയിലാണ്, നാളെ കസ്റ്റഡി കാലാവധി കഴിയുകയാണ്. കസ്റ്റഡി കാലാവധി കഴിയുമ്പോൾ ഈ കേസിന്മേൽ ഒരു അനുകൂല തീരുമാനം ഉണ്ടായില്ലെങ്കിൽ ജയിലിലേക്ക് കെജ്രിവാളിന് പോകേണ്ട ഒരു അവസരത്തിലേക്ക് കാര്യങ്ങൾ എത്തും. അതൊരിക്കലും നീതിയുടെ താല്പര്യത്തിന് ഉചിതമല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പ്രധാന വാദങ്ങളെങ്കിലും കോടതി കേൾക്കണം, അതിനുശേഷം ഈ കേസിൽ നോട്ടീസ് വേണമോ എന്നതടക്കമുള്ള കാര്യങ്ങൾ കോടതി തീരുമാനിച്ചുള്ളൂ, മറുപടി നൽകാനുള്ള സമയം വേണം എന്നുള്ള കാര്യം അടക്കം കോടതി തീരുമാനിച്ചുള്ളൂ എന്നുള്ളതാണ് അഭിഷേക് സിംഗ്വി ആവശ്യപ്പെട്ടത്. ഇതനുസരിച്ച് കോടതി പ്രധാന വാദങ്ങൾ കേൾക്കാം എന്ന് ഏറ്റിരിക്കുകയാണ്. ഇപ്പോൾ സപ്ലിമെൻ്ററി ലിസ്റ്റിലെ കേസുകളാണ് വിളിച്ചുകൊണ്ടിരിക്കുന്നത്. സപ്ലിമെൻ്ററി ലിസ്റ്റ് കേട്ടതിന് ശേഷം ഈ കേസ് പരിഗണിക്കാം എന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. അല്പസമയം വേണ്ടിവരും എന്നതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ ഈ കേസ് സപ്ലിമെൻ്ററി ലിസ്റ്റിന് ശേഷം കോടതി പരിഗണിക്കും. പ്രധാന വാദങ്ങൾ കേൾക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എത്രമാത്രം പ്രധാന വാദങ്ങളിലൂടെ ഈ കേസുമായി ബന്ധപ്പെട്ട കെജ്രിവാളിൻ്റെ കേസ് ഏറ്റവും യുക്തമാണ് എന്ന് ബോധിപ്പിക്കാനായിട്ട് ആ പക്ഷത്തിന് സാധിക്കുന്നു, അതിനെ ആശ്രയിച്ചായിരിക്കും ഈ കേസിൽ ഇന്ന് തീരുമാനം ഉണ്ടാകുന്നത്. വേണു, ശരി. കെജ്രിവാളിന്റെ ഹർജിയിൽ ഡൽഹി ഹൈക്കോടതിയിൽ വാദപ്രതിവാദം. ആർ രാധാകൃഷ്ണനാണ് വിശദാംശങ്ങൾ നൽകിയത്.